ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ സ്മോൾ ഗസ്റ്റാണ്. നമ്മുടെ പാറക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കല്ലു, ബ്രഹ്മ എന്ന കല്ലുവാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് കാലമായി ഞങ്ങൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ മിനിഞ്ഞാന്നാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ ഡേ ഫിക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ അവളുടെ അപ്പ അവളവിടെ കൊണ്ടുവന്നാക്കി. പാറക്കുട്ടി ഇത് അറിഞ്ഞ മുതൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കല്ലു വന്നാൽ ഇത് കൊടുക്കണം അത് കൊടുക്കണം, എങ്ങനെയൊന്ന് നേരം വെളുത്ത് കിട്ടുക എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു പാറക്കുട്ടി കേട്ടോ. എന്തായാലും ആൾ നേരത്തെ എണീറ്റ് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരുന്നു. ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കല്ലു വന്നിട്ട് കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ കല്ലു വന്നിട്ട് രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് നേരെ കളിക്കാൻ ഇറങ്ങി കേട്ടോ. പിന്നെ രാവിലെ വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ അവിടെ ഇരുന്നു. അതിനിടയ്ക്ക് ഇതാ ഒളിച്ച് കളിക്കുന്നു തൊട്ട് കളിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ട് അവർ ആശിച്ചിരുന്ന ഒരു ഡേ ആണ് കേട്ടോ അത്. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കളിക്കുന്ന ഒരു ഇത് വേറെയാണല്ലോ രണ്ടാൾക്ക്. ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ രണ്ടാൾക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് ഇതാ നേരം പോലെ പോസ് ചെയ്തൊക്കെ നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാനും അവരോട് കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചു, കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നേ. പിന്നെ നല്ല വെയിലാവുന്നത് വരെ കുറച്ച് നേരം കളിച്ചോളൂ, പിന്നെ ഞാൻ അകത്തേക്ക് കയറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല വെയിലായതോടുകൂടി രണ്ടാളും ഞാൻ അകത്തേക്ക് കയറ്റി. പിന്നെ അത് അകത്തായിരുന്നു ബാക്കിയുള്ള ബഹളമൊക്കെ കേട്ടോ. സകല ടോയ്സും ഞാൻ എടുത്തു കൊടുത്തു കേട്ടോ. വേറൊന്നുമല്ല, അവർ ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാകുമ്പോൾ അവർ അതിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നോളും അല്ലേ. പിന്നെ ഒരുപാട് നേരമൊന്നും എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റിന് നമ്മൾ ഫുഡും സ്പെഷ്യലായിട്ട് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ പാറക്കുട്ടി ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, കല്ല് വരുമ്പോൾ അത് കൊടുക്കണം ഇത് കൊടുക്കണം, അമ്മ ഈ ഫുഡ് ഉണ്ടാക്കണം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പാറക്കുട്ടിയുടെ ആഗ്രഹം പോലെ പാറക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ പൊനച്ച് വെച്ചിട്ടാണ് അവരെ കൂടെ കുറച്ച് നേരമൊക്കെ കളിക്കാനിരുന്നത്. പിന്നെ ഇതാ ചിക്കനൊക്കെ വറുത്തെടുത്തു, ബിരിയാണി ആയി. അപ്പോഴത്തേക്കും 1 മണി ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ലഞ്ച് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പറയാൻ വന്നത്. ലഞ്ചൊക്കെ കഴിച്ചു, ഞാനും അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ അതിനിടയ്ക്ക് ചോദിച്ചു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ ലഞ്ച് കഴിക്കലെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും പാട്ട് വെച്ചിട്ട് നല്ല ഡാൻസ് ആയിട്ടോ. പിന്നെ ഒരു 4 മണി 4:15 ആയപ്പോൾ കല്ലുവിൻ്റെ അപ്പ വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി. എന്തായാലും പാറുക്കുട്ടിക്കും കല്ലുവിനും ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആൻഡ് ബൈ.